തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പിറകിൽ അകമല താഴ്വരയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശവാസിയും PWD കോൺട്രാക്ടറുമായ ഗോവിന്ദൻകുട്ടിയുടെ ഉൾപ്പെടെ 300-ലധികം വാഴകളും പ്ലാവുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ തൂമാനം വെള്ളച്ചാട്ട പരിസരത്താണ് കാട്ടാനകൾ ആദ്യം ഇറങ്ങിയത്. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചതോടെ കാട്ടാനകൾ പട്ടാണിക്കാട് ഭാഗത്തേക്ക് മാറി. തുടർന്ന് ചെട്ടിയാർകുന്ന് സ്വദേശി ലോറൻസിന്റെ പുരയിടത്തിലെത്തിയ ആനകൾ തൊടിയിലെ പ്ലാവിൽ നിന്ന് ചക്ക പൊട്ടിച്ചു കഴിക്കുകയും പ്ലാവിന്റെ ചില്ലകൾ ഒടിക്കുകയും ചെയ്തു. നഗരസഭാ പ്രദേശമാണെങ്കിലും ചെട്ടിയാർകുന്ന് പ്രദേശത്തെ വഴികളിൽ വഴിവിളക്കുകളില്ലാത്തതും നല്ല വഴികളില്ലാത്തതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അത് ഇന്നലെ രാത്രി മാത്രമല്ല, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടേക്ക് ആന വന്നിട്ടുണ്ടായിരുന്നു. അത് രാത്രിയിലായി ആരും അധികം അങ്ങനെ അറിഞ്ഞില്ലേ. പുലർച്ചെ ഇന്നലെ വന്ന സാധനം വേറെ ആളുകൾ അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് വൈഫിനെ വിളിച്ചു വന്നു. വൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടപ്പോൾ ഞാൻ ജോലിക്ക് പോയ സമയത്ത് പറഞ്ഞിങ്ങനെ ആന വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വലിയ ഇതിലുണ്ടാവില്ല, അത് അങ്ങനെ പോണതായിരിക്കും എന്ന് വെച്ച്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു പറഞ്ഞു ആന അവിടേക്കിന്നെ തിരിച്ച് വീടിൻ്റെ സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ലൈറ്റില്ല, റോഡുകൾ ക്ലിയർ അല്ല. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ വഴികളുണ്ട്. ഫോറസ്റ്റ് വഴി അതേനെ വഴി വിട്ടിട്ട് ആ വഴി കൂടിയാണ് ഈ സാധനം ഇറങ്ങി വരുന്നത്. മറ്റേ ഈ ടവറിൻ്റെ ലൈനിന് വേണ്ടിയിട്ട് ഈ റോഡ് വെട്ടിയിട്ടുണ്ട്. ആ റോഡിനനുസരിച്ചാണ് ഈ സാധനം ആ വഴി കൂടിയാണ് കാട്ടിൽ നിന്ന് ഈ സാധനം ഇറങ്ങി വരുന്നത്. അങ്ങനെ വന്ന് തിരിച്ച് പറമ്പിൽ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ പറമ്പിൽ ഇപ്പം ഞങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി മരങ്ങളും സകല സാധനങ്ങളും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഒരു സാധനവും ഇല്ല. തെങ്ങ് 4 തെങ്ങ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 4 തെങ്ങ്, പിന്നെ റബ്ബറുകൾ ഒടിച്ച് ഒക്കെ പോകുന്ന വഴിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒടിച്ചിട്ട് പോവുക. ചക്ക ഇപ്പം ഇന്നലെ കയറിയെടുത്ത് ചക്ക, കുറേ പച്ചച്ചക്കകളും മറ്റുള്ള സാധനങ്ങളും അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ ഇതിൻ്റെ ആദ്യത്തെ ഒരു റിപ്പോർട്ടിൽ എല്ലാവരും വന്ന് നോക്കും. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. എല്ലാവരും വിളിക്കുന്നുണ്ട്, രാത്രിയിലേക്ക് എല്ലാവരും വിളിച്ചു എന്താ ഈ ആന എന്തൊടിച്ചു, അതൊടിച്ചു, ഇതൊടിച്ചു, എന്തെങ്കിലും നശിപ്പിച്ചു എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം, ഈ സാധനം ചെയ്യുമ്പോൾ അവർ ഇതിൻ്റെ വിഷയം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തെങ്കിലാണ് നമുക്ക് ഉപയോഗമുള്ളത്. ചെട്ടിയാർകുന്നത്ത് നിന്നും താഴെ ഇറങ്ങിയ ആനകൾ ഗോവിന്ദൻകുട്ടിയുടെ കുലവന്ന പൂവൻവാഴത്തോട്ടം നിലംപരിശാക്കി. 250-ലധികം വാഴകൾ ഒടിച്ചു തിന്നു. 4ഓളം ആനകൾ കൂട്ടത്തിലുണ്ടാകാമെന്ന് ഗോവിന്ദൻകുട്ടി പറയുന്നു. ഒരു 200 വാഴ കൂടുതൽ ഒറ്റ രാത്രി കൊണ്ട് തിന്നുപോയി. ഒരു ആനയല്ല, ആവില്ല, 3-4 ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത്രയും വാഴ നശിപ്പിക്കാറില്ല. അത് കൂട്ടം അങ്ങനെ കട വരെ പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കണം. കൊലച്ച വാഴ കായക്കൊല അവർക്ക് ആവശ്യമില്ല, കായക്കൊലയുടെ മാറ്റിയിട്ടുണ്ട്. കൊലച്ച വാഴ അതിലത്തൊരു 15-20 എണ്ണം കൊലച്ച വാഴയാണ്. അത് കായക്കൊല അവിടെ ഉണ്ട്, അത് പല മൂപ്പിലാണ്, അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. മറ്റേ പറമ്പിൽ എത്ര വാഴ നശിപ്പിച്ചു? എൻ്റെ അടുത്ത് വേറെ നനിയില്ലാത്തൊരു പറമ്പുണ്ട്, അതിലൊരു 50-60 വാഴ വീണ്ടും നശിപ്പിച്ചിട്ടുണ്ട്. അതും ചോട ചവിട്ടി വലിച്ചു കളഞ്ഞിരിക്കുന്നു. പിണ്ടിയാണ് അവർക്ക് ആവശ്യം, പിണ്ടിയാണ് തിന്നണത്. പക്ഷെ നമുക്ക് ആ വാഴക്കൂട്ടം മുഴുവനായിട്ട് അവർ കളയും. എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാക്കി? ഒരാനയല്ല, ഒരു 250 വാഴ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അത് എന്താ ഒരു കൊല കൊണ്ട് പറ്റിയ ഒരു 200 കിട്ടുകയാണെങ്കിൽ തന്നെ എത്ര രൂപ കിട്ടും? അത്രയും നഷ്ടമാണ്. ഞാൻ കൂടുതൽ വലിയ പൈസ കിട്ടുന്നൊന്നും പറയുന്നില്ല, നഷ്ടമാണ്. ഇപ്പോൾ എന്താ ചെയ്യുക, ഇവർ ഈ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനോടൊപ്പം കാടിന് വേലി കെട്ടിത്തിരിച്ച് വന്യമൃഗങ്ങളെ ഇറങ്ങാതെ സംരക്ഷിച്ചാൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഇവിടെ കൃഷിയും പറ്റില്ല, ഇനി കുറച്ച് കഴിയുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഒരു 10-9 മണിക്ക് ടാർ റോഡ് കൂടെ ആന ഒരെണ്ണം ലൈറ്റ് കൂടെ പോണ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഓടി പോണത്. ഇതിന് മുമ്പ് ഇതിപ്പോൾ ഒരു മാസത്തിനുള്ള 4 പ്രാവശ്യമായി ആന വരണം. ഈ ഒരു 30 ദിവസത്തിനുള്ള ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യം ആന വരണത്. ഞാൻ ഒറ്റ പ്രാവശ്യത്തെ കേടുവരുത്തിയാണ് 250 എന്നൊക്കെ പറഞ്ഞത്. വാഴാനി മുതൽ പട്ടാണിക്കാട് വരെ സോളാർ വേലി കെട്ടി കാടിനെയും നാടിനെയും വേർതിരിച്ചില്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ നാടുവിട്ടു പോകേണ്ട ഗതികേടിലാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഫാക്ട്, വടക്കാഞ്ചേരി.